എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ ഇന്ന് നമ്മുടെ ബേസിക് സയൻസിൻ്റെ ടോപ്പിക്ക് നമുക്കവിടെ തീർന്നിരിക്കുകയാണ്. നമ്മളിനി തുടങ്ങാൻ പോകുന്നത് ബേസിക് മാത്തമാറ്റിക്സ് ആണ്. മാത്തമാറ്റിക്സിലെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മളിതിൽ പഠിക്കുന്നത്. മെയിനായിട്ട് നമ്മൾ ഫ്രാക്ഷൻ, അതുപോലെ റേഷ്യോ, ആൽജിബ്ര, മെൻസുറേഷൻ, ട്രിഗണോമെട്രി, ഇങ്ങനെ ഒരു 5 ടോപ്പിക്കാണ് നമ്മളിതിൽ. അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിതിൽ പഠിക്കുന്നത്. അപ്പോൾ അതിലെ ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഫ്രാക്ഷനാണ്. അപ്പോൾ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഭിന്നസംഖ്യ എങ്ങനെയാണ് നമ്മൾ എഴുതുക. ഭിന്നസംഖ്യകൾ, പൂർണ്ണസംഖ്യകളൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പം ഒരു എക്സാമ്പിളായിട്ട് നമുക്കിതിൽ കൊടുത്തിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സർക്കിളിനെ നമ്മൾ സെൻട്രലായിട്ട് 2 വരകൾ വരച്ച് കഴിഞ്ഞാൽ ഒരു 4 ഭാഗങ്ങളാക്കി മാറ്റാൻ പറ്റും, അല്ലേ? ഒരു സർക്കിളിനെ നമുക്ക് 4 ഭാഗങ്ങളാക്കി മാറ്റാൻ പറ്റും. അപ്പോൾ അതിലെ ഒരു ഭാഗം മാത്രം നമുക്ക് എടുത്ത് പറയണമെന്നുണ്ടെങ്കിൽ നമ്മളെങ്ങനെ പറയും? 4ൽ 1 ഭാഗം എന്ന് നമ്മൾ പറയും, അല്ലേ? അങ്ങനെ പറയുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഭിന്നസംഖ്യ എന്ന് നമ്മൾ പറയുന്നത്, അതായത് പൂർണ്ണമല്ലാത്ത ഒരു സംഖ്യ. അപ്പോൾ ഈ ഭിന്നസംഖ്യകൾ വെച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് കാൽക്കുലേഷൻസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ ഇതിൽ പഠിക്കാൻ പോകുന്നത്. അതായത് ഈ ഭിന്നസംഖ്യകൾ തന്നെ നമുക്ക് ശരിക്കും 3 തരത്തിലാണ് പറയുന്നത്. ഒന്ന് സാധാരണ ഭിന്നം, അതായത് പ്രോപ്പർ ഫ്രാക്ഷൻ. രണ്ടാമത്തേത് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ, അതായത് വിഷമ ഭിന്നം. മൂന്നാമത്തേത് മിക്സ്ഡ് ഫ്രാക്ഷൻ, അതായത് മിശ്ര ഭിന്നം. ഇങ്ങനെ 3 ഭിന്നസംഖ്യകൾ വെച്ചിട്ടുള്ള കാൽക്കുലേഷൻസാണ് നമ്മളിപ്പോൾ ഇതിൽ പഠിക്കുന്നത്. അപ്പോൾ ഈ ഭിന്നസംഖ്യകൾ വെച്ചിട്ടുള്ള കാൽക്കുലേഷൻ എന്ന് പറയുമ്പോൾ അതിൽ വരുന്നത് അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അതുപോലെ തന്നെ ഡിവിഷൻ. അപ്പോൾ ഈ മിക്സ്ഡ് ഫ്രാക്ഷനും അതുപോലെ തന്നെ നമ്മുടെ വിഷമഭിന്നവും സാധാരണ ഭിന്നവും ഒക്കെ ചേർത്തിട്ട് എങ്ങനെയാണ് നമുക്ക് അഡീഷൻ ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെയാണ് സബ്ട്രാക്ഷൻ ചെയ്യുക, എങ്ങനെയാണ് ഗുണിക്കുക, എങ്ങനെയാണ് ഹരിക്കുക എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഇതെന്തായാലും പരീക്ഷയ്ക്ക് വരുന്ന ക്വസ്റ്റ്യനാണ്, അപ്പോൾ അത് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ അതിലവർ നമ്മുടെ സാധാരണ ഭിന്നം, അതായത് പ്രോപ്പർ ഫ്രാക്ഷനും ഇംപ്രോപ്പർ ഫ്രാക്ഷനും തമ്മിലുള്ളൊരു ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മെയിനായിട്ടുള്ളൊരു ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതിൽ അവരൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. പ്രോപ്പർ ഫ്രാക്ഷൻ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് 2/8, 7/9 എന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ അവർ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് 3/2, 7/4 എന്നൊക്കെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അത് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? അതായത് സാധാരണ ഭിന്നസംഖ്യയിൽ കൊടുത്തിട്ടുള്ളത്, അതായത് പ്രോപ്പർ ഫ്രാക്ഷനിൽ കൊടുത്തിട്ടുള്ളത് 2/8, 7/9 ആണ്. അതായത് നമ്മളിതിനെ എന്താ പറയുക? 2/8 എന്ന് പറയുമ്പോൾ 2നെ നമ്മൾ ന്യൂമറേറ്റർ എന്നും, അതായത് അംശം എന്നും, 8നെ നമ്മൾ ഡിനോമിനേറ്റർ എന്നും, അതായത് ഛേദം എന്നാണ് പറയുക. അംശം, ഛേദം എന്നാണ് നമ്മൾ മലയാളത്തിൽ, ന്യൂമറേറ്റർ, ഡിനോമിനേറ്റർ എന്ന് നമ്മളതിനെ ഇംഗ്ലീഷിലും പറയും. അപ്പോൾ ഇതിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഡിനോമിനേറ്റർ വലുതും അംശം ചെറുതുമാണ്. എന്താണ്? ഒരു സാധാരണ ഭിന്നസംഖ്യ എഴുതുമ്പോൾ അതിൽ ഡിനോമിനേറ്റർ ചെറുതും, അതുപോലെ തന്നെ ഡിനോമിനേറ്റർ വലുതും ന്യൂമറേറ്റർ ചെറുതുമാണ്. ഏത്? സാധാരണ ഭിന്നസംഖ്യയിൽ, പ്രോപ്പർ ഫ്രാക്ഷനിൽ. എന്നാൽ ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് വരുമ്പോൾ, അതായത് വിഷമ ഭിന്നസംഖ്യയിലേക്ക് വരുമ്പോൾ 3/2, 7/4 എന്നാണ്. അതായത് ഡിനോമിനേറ്റർ ചെറുതും ന്യൂമറേറ്റർ വലുതുമാണ്, അംശം വലുതുമാണ്. ഇത് തമ്മിലുള്ള മെയിനായിട്ടുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ സാധാരണ ഭിന്നസംഖ്യയിൽ ഡിനോമിനേറ്റർ വലുതും അതുപോലെ തന്നെ ന്യൂമറേറ്റർ ചെറുതുമായിരിക്കും. എന്നാൽ വിഷമ ഭിന്നസംഖ്യയിൽ ന്യൂമറേറ്റർ വലുതും ഡിനോമിനേറ്റർ ചെറുതും ആയിരിക്കും. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ മിക്സ്ഡ് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് എഴുതേണ്ടത്: 5 1/2, 3/4 എന്നൊക്കെയാണ്. അതായത് ഒരു പ്രോപ്പർ ഫ്രാക്ഷനും ഒരു പൂർണ്ണസംഖ്യയും ചേർന്നാൽ നമുക്ക് എന്താവും? ഒരു മിശ്ര ഭിന്നസംഖ്യയാകും, അതായത് ഒരു മിക്സ്ഡ് ഫ്രാക്ഷൻ ആകും. ഏതൊക്കെയാണ്? ഒരു പൂർണ്ണസംഖ്യയും ഒരു സാധാരണ ഭിന്നസംഖ്യ, ഒരു പ്രോപ്പർ ഫ്രാക്ഷനും ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്താവും? ഒരു മിശ്ര ഭിന്നസംഖ്യ, അതായത് ഒരു മിക്സ്ഡ് ഫ്രാക്ഷൻ ആവും. ഇനി നമുക്കിത് വെച്ചിട്ട് എങ്ങനെയാണ് ഇതിൻ്റെ കാൽക്കുലേഷൻസ് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ അഡീഷൻ ഓഫ് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അഡീഷൻ ഓഫ് ഫ്രാക്ഷൻ എങ്ങനെയാണ് നമ്മൾ ഒരു ഫ്രാക്ഷൻ നമ്മൾ അഡീഷൻ കൂട്ടുന്നത്? 2 സംഖ്യകൾ. ഇപ്പോൾ ഒരു സാധാരണ ഭിന്നസംഖ്യയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 2/7 + 4/7 എന്ന് നമുക്ക് തന്നിട്ടുണ്ട്, അല്ലേ? ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ഇതിൻ്റെ ഡിനോമിനേറ്ററുകൾ ഈക്വലാണ്, അല്ലേ? 2/7, 4/7
അപ്പോൾ നമുക്ക് ഡിനോമിനേറ്റർ ഈക്വൽ ആണെങ്കിൽ അഡീഷൻ ചെയ്യുന്ന സമയത്ത്, അതായത് കൂട്ടുന്ന സമയത്ത് നമുക്ക് വേറെ റൂൾസോ കാര്യങ്ങളോ ഒന്നും ചെയ്യാനില്ല. നമ്മുടെ ന്യൂമറേറ്ററുകൾ തമ്മിൽ, അതായത് അംശത്തെ തമ്മിൽ നമ്മളങ്ങ് പ്ലസ് ചെയ്ത് എഴുതിയാൽ മതി. ഇപ്പോൾ 2/7 + 4/7 = 6/7. അതുപോലെ 2/12 + 4/12 = 6/12. ഇതിൽ വേറെ നമുക്ക് കാൽക്കുലേഷൻസോ വേറെ കോംപ്ലിക്കേഷൻസോ ഒന്നുമില്ല. നമ്മൾ ഡിനോമിനേറ്ററുകൾ ഈക്വൽ ആയതുകൊണ്ട് തന്നെ അംശങ്ങളെ തമ്മിൽ കൂട്ടി നമ്മൾ ഡയറക്റ്റ് ഉത്തരം നമുക്ക് കണ്ടുപിടിക്കാം. ഇനി നമുക്ക് പ്രോബ്ലം വരുന്നത് എവിടെയാണ്? ഇപ്പോൾ ഒരു ഡിനോമിനേറ്റർ ഈക്വലായിട്ട് വരാത്ത ചില സാഹചര്യങ്ങളുണ്ട്. ചില സാഹചര്യങ്ങളല്ല, ന്യൂമറേറ്ററുകൾ ഈക്വലായിട്ട് വരാത്ത പ്രോബ്ലംസിന് നമ്മൾ എങ്ങനെ ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഡിനോമിനേറ്ററുകൾ ഈക്വൽ അല്ലാതെ വരുന്ന ഒരു എക്സാമ്പിൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. 2/4 + 3/5 അല്ലേ? 2/4 + 3/5 എന്ന് നമുക്കിതിൽ എന്ത് കൊടുത്തിട്ടുണ്ട്? ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. നമുക്കിത് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം ഇതെങ്ങനെയാണ് ഇവർ ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. അതായത് ഈ ഡിനോമിനേറ്ററുകൾ ഈക്വൽ അല്ലാതെ വരുന്ന സാഹചര്യത്തിലുണ്ടല്ലോ, നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഈ ഡിനോമിനേറ്ററുകൾ ഈക്വൽ ആക്കുക എന്നുള്ളൊരു പ്രോസസ്സാണ് നമ്മൾ ആദ്യം ചെയ്യുക. അപ്പോൾ അതിന് പ്രകാരം നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതിൽ 4ഉം 5ഉമാണ്. 4ഉം 5ഉം കോമൺ ആയിട്ട് പോകുന്ന ഒരു സംഖ്യ നമുക്കില്ല അല്ലേ? അപ്പം 5ൽ 4 പോകുന്നുണ്ടെങ്കിൽ നമുക്കത് അതിനനുസരിച്ചിട്ട് വലിയ സംഖ്യ ഡിനോമിനേറ്ററായിട്ട് എടുക്കാമായിരുന്നു. പക്ഷേ ഇത് 4ഉം 5ഉം കോമൺ ആയിട്ട് പോകുന്ന ഒരു സംഖ്യ അല്ലാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്? 4നെയും 5നെയും കൂടി നമ്മളങ്ങ് ഗുണിക്കുക. 4 × 5 എന്നെഴുതാം. അതിനുശേഷം നമ്മൾ ഈ 2/4 + 3/5 എന്ന് പറയുന്നതിനെ എന്ത് ചെയ്യാണ്? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് 2നെ 5 കൊണ്ടും 3നെ 4 കൊണ്ടും ഗുണിക്കുന്നു. അതായത് ആദ്യത്തെ ഭിന്നസംഖ്യയിലെ അംശത്തിനെ രണ്ടാമത്തെ ഭിന്നസംഖ്യയുടെ ഛേദം കൊണ്ടും രണ്ടാമത്തെ ഭിന്നസംഖ്യയുടെ അംശത്തിനെ ആദ്യത്തെ ഭിന്നസംഖ്യയുടെ ഛേദം കൊണ്ടും നമ്മൾ ഗുണിക്കുന്നു, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതാണ് അവരവിടെ എഴുതിയിട്ടുള്ളത്. 2 × 5 + 3 × 4/4 × 5. അപ്പോൾ നമുക്ക് 4 × 5 എന്നുള്ള 20 എന്നുള്ള ഡിനോമിനേറ്റർ നമുക്ക് കിട്ടി, ഛേദം നമുക്ക് കിട്ടി. അതുപോലെ 2 × 5 എന്ന് പറഞ്ഞാൽ 10 ആണ്, 3 × 4 എന്ന് പറഞ്ഞാൽ 12 ആണ്. കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 10ഉം 12ഉം 22/20 എന്ന് നമുക്ക് ഉത്തരം കിട്ടി. 22/20 നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് ചെറുതാക്കാം. 2 കൊണ്ട് ഹരിച്ചിട്ട് നമുക്കതൊന്ന് ചെറുതാക്കാം. ഞാനിതൊന്ന് ജസ്റ്റ് ഒന്ന് ചെയ്ത് കാണിക്കാം. 2/4 + 3/5 എങ്ങനെയാണ് നമുക്ക് ചെയ്യാന്നുള്ളത്. 2/4 + 3/5 ഇങ്ങനെയാണ് നമുക്ക് വരുന്ന. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള പ്രോബ്ലം. അപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഛേദങ്ങളെ ഡിനോമിനേറ്ററുകളെ ഈക്വൽ ആക്കാൻ വേണ്ടി നമ്മളിത് തമ്മിൽ എന്ത് ചെയ്യാണ്? മൾട്ടിപ്ലൈ ചെയ്യാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 4 × 5 എന്ന് നമുക്ക് കിട്ടും അല്ലേ? 4 × 5 നമ്മളതിൻ്റെ മുകളിൽ എഴുതാണ്. അതിനുശേഷം ഞാൻ എന്ത് പറഞ്ഞു? ഇതിനെ തമ്മിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറഞ്ഞു? ഇതിനെ തമ്മിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് എങ്ങനെ? 4 3 ആദ്യം ചെയ്യുമ്പോൾ നമ്മൾ ആദ്യത്തെ ഭിന്നസംഖ്യയുടെ ചെയ്യണം. 2 × 5 + 3 × 4 ഇങ്ങനെ നമ്മൾ ചെയ്തു. ഇങ്ങനെ നമ്മൾ ചെയ്തു വന്നപ്പോൾ 2 × 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിങ്ങനെ ബ്രാക്കറ്റിൻ്റെ അകത്ത് ഇടാം നമുക്ക്. 2 × 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 + 3 × 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12/4 × 5 എന്ന് പറഞ്ഞാൽ 20 ചെയ്യുമ്പോൾ 22/20 ഇങ്ങനെ നമുക്ക് ഉത്തരം കിട്ടി. അപ്പോൾ ഇതാണ് നമ്മുടെ 2/4 + 3/5 എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം ഇതാണ്. നമുക്കിതിന് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചെറിയൊരു വേർഷനിലേക്ക് മാറ്റാം. 2ലും കോമൺ ആയിട്ട് പോകുന്ന ഒരു സംഖ്യ എടുത്തിട്ട് ഇപ്പോൾ 22ൽ 2 പോവും അല്ലേ? 2 എത്ര പ്രാവശ്യം പോവും? 11 പ്രാവശ്യം പോവും. 20ൽ എത്ര പ്രാവശ്യം പോവും? 5 പ്രാവശ്യം പോവും അല്ല, 10 പ്രാവശ്യം പോവും. 18 20 10.
അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിനെ ഒന്നുകൂടെ ചെറുതാക്കിയിട്ട് 11/10 എന്ന് നമുക്ക് വേണമെങ്കിൽ എഴുതാം. ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ 1 വേർഡ് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് നിങ്ങളോട് ചിലപ്പോൾ ഇങ്ങനെ ഇത് ചിലപ്പോൾ 22/10 പകരം 11/10 അല്ല 22/20 പകരം 11/10 ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങൾ ചെയ്തപ്പോൾ കിട്ടിയ ഉത്തരം 22/20 ആണല്ലോ. അപ്പോൾ നിങ്ങൾ എങ്ങനെ തെറ്റാണെന്ന് വിചാരിക്കും, അയ്യോ ഞാൻ ചെയ്ത് തെറ്റിപ്പോയോ, കറക്റ്റായിട്ടുള്ള ഉത്തരം അല്ലെങ്കിൽ ബ്രാക്കറ്റിൽ തന്നിട്ടില്ലല്ലോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. അപ്പോൾ അവർ ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും തന്നിട്ടുണ്ടാവുക. അതായത് 22/20 കോമൺ ആയിട്ട് പോകുന്ന, അതായത് അംശത്തിലും ഛേദത്തിലും കോമൺ ആയിട്ട് പോകുന്ന ഒരു സംഖ്യ ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ ചെയ്യാനുണ്ടാവും. ഏതെങ്കിലും ഒരു എണ്ണം പോയാൽ പോരാ, രണ്ടിലും ഒരേപോലെ പോകുന്ന സംഖ്യ എടുത്തിട്ട് വേണം നമ്മൾ ഇതുപോലെ ഹരിച്ചിട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് 11/10 നമുക്ക് ഉത്തരം കിട്ടി. എല്ലായ്പ്പോഴും അങ്ങനെ ചെയ്യണമെന്നില്ല, പക്ഷെ ചില സാഹചര്യങ്ങളിൽ ഇതുപോലെ വന്നാലും അത് ഉത്തരം തെറ്റിപ്പോവാനായിട്ട് പാടില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അഡീഷൻ നമ്മൾ ചെയ്യുന്നത്. വ്യത്യസ്തമായിട്ടുള്ള ഡിനോമിനേറ്ററുകൾ വന്നു കഴിഞ്ഞാൽ അഡീഷൻ ചെയ്യുന്നത് നമ്മൾ ഈ ഒരു പാറ്റേൺ വെച്ചിട്ടാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് എക്സാമ്പിളുകളൊക്കെ നമുക്കതിൽ തന്നിട്ടുണ്ട്, അത് നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ. ഇതുപോലെ തന്നെയാണ് 3 സംഖ്യകൾ തന്നിട്ടുള്ള അഡീഷനും നമുക്ക് പറഞ്ഞിട്ടുണ്ട്. അതായത് 1/2 പ്ലസ് 3/5 പ്ലസ് 1/10 എന്ന് പറയുന്ന 3 സംഖ്യകൾ തന്നിട്ടുള്ള ഒരു എക്സാമ്പിൾ ഇപ്പോൾ നമുക്കിതിൽ തന്നിട്ടുണ്ട്. ഇത് നമുക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. 1/2 പ്ലസ് 3/5 പ്ലസ് 1/10. 1/2 പ്ലസ് 3/5 അല്ലേ, 3/5 പ്ലസ് 1/10. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള പ്രോബ്ലം എന്ന് പറയുന്നത്. ഇതിനെ നമുക്ക് ഇപ്പം നമ്മൾ നേരത്തെ 2 സംഖ്യകൾ 2 ഭിന്നസംഖ്യകൾ തമ്മിലുള്ള ഫ്രാക്ഷൻ കൂട്ടലാണെന്ന് അഡീഷനാണ് നമ്മൾ പറഞ്ഞത്. ഇനിയിപ്പോൾ 3 സംഖ്യകൾ വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അപ്പം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്കിതിൽ 3ലും കോമണായിട്ട് പോകുന്ന 10നെ നമുക്ക് എന്തായിട്ടെടുക്കാം, ഏറ്റവും വലിയ സംഖ്യ നമുക്ക് എന്തായിട്ടെടുക്കാം, ഡിനോമിനേറ്റർ എടുക്കാം. പക്ഷേ ഇത് 3ലും കോമൺ ആയിട്ട് പോകണം. 2, 5, 10 അതിൽ കോമൺ ആയിട്ട് പോകുന്നൊരു സംഖ്യ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളിതിനെ ആദ്യത്തെ ഈ 2 ഫ്രാക്ഷൻസിന് നമ്മൾ ഒരുമിച്ച് ചെയ്യണം. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ വരും, 1/2 പ്ലസ് 3/5 അല്ലേ. അപ്പം നമ്മൾ ചെയ്യുമ്പോൾ 2 × 5 ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ പ്രകാരം നമ്മൾ എഴുതുക. 2 × 5 അത് കഴിഞ്ഞാൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം എന്നാണ് പറഞ്ഞത് അല്ലേ. അപ്പോൾ 1 × 5 പ്ലസ് 3 × 2 എന്ന് വരും. അപ്പോൾ 1 × 5 എന്ന് പറയുമ്പോൾ 5 പ്ലസ് 3 × 2 എന്ന് പറയുമ്പോൾ 6/10 എന്ന് വരും. അപ്പോൾ നമുക്ക് എത്ര ഉത്തരം കിട്ടും, 11/10 എന്ന് ഉത്തരം കിട്ടും. അപ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടിയപ്പോൾ നമുക്ക് എത്ര കിട്ടി, 11/10 എന്ന് നമുക്ക് ഉത്തരം കിട്ടി. പ്ലസ് 1/10, അതായത് നമ്മുടെ മൂന്നാമത്തെ 1/10 നമ്മൾ എടുക്കുമ്പോൾ എത്ര, 12/10 നമുക്ക് ഉത്തരം കിട്ടും. കാരണം എന്തുകൊണ്ടാണ്, ഇതിലിനി വേറൊരു മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് വരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2ൻ്റെ ഡിനോമിനേറ്റർ ഒരുപോലെയാണ് അല്ലേ. ഈ 10 ആണ് വരുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് കൂട്ടാനായിട്ട് പ്രശ്നമില്ല. ഡിനോമിനേറ്ററുകൾ വ്യത്യസ്തമായിട്ട് വരുമ്പോഴാണ് നമ്മൾ ഇത് ചെയ്യാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ട് വരുന്നത്. അപ്പോൾ ഇത് ഈ രീതിയിൽ ചെയ്ത് നമുക്ക് ഇപ്പോൾ 3 എണ്ണം തന്നാലും 4 എണ്ണം തന്നാലും ഈ രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിനെ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെയാണ് നമ്മളിപ്പോൾ അഡീഷൻ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമുക്ക് അടുത്തത് വരുന്നത് സബ്ട്രാക്ഷനാണ്. സബ്ട്രാക്ഷൻ നമ്മൾ എങ്ങനെയാണ് ഇപ്പോൾ ഈ പറഞ്ഞ സെയിം വേ തന്നെയാണ് നമ്മൾ സബ്ട്രാക്ഷനിൽ ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്ട്രാക്ഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇപ്പോൾ ഒരു എക്സാമ്പിൾ കാണിച്ച്, അതായത് അതിൽ അഡീഷൻ ചെയ്യുന്നതിൽ സബ്ട്രാക്ഷൻ ചെയ്യുന്നുള്ളൂ, പക്ഷേ ചെയ്യുന്ന രീതി മെത്തേഡെല്ലാം ഒന്ന് തന്നെയാണ്. ഇപ്പോൾ ഇതിൽ നമുക്ക് തന്നിട്ടുണ്ട്
ഇപ്പോൾ 4 ഇപ്പോൾ ഇതിൽ ഒരേ ഡിനോമിനേറ്റർ ആണെങ്കിൽ നമുക്ക് പ്രശ്നമില്ല. ഞാൻ നേരത്തെ അഡീഷൻ പറഞ്ഞ പോലെ തന്നെ 4/7 2/7 എന്നത് -2/7 തന്നു കഴിഞ്ഞാൽ ഡിനോമിനേറ്ററുകൾ ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ 4ൽ നിന്ന് 2 കുറച്ചിട്ട് 2/7 ഇട്ടാൽ മതി. 4/12 -2/12 2/12. അതായത് ഡിനോമിനേറ്റർ ഛേദം ഈക്വൽ ആണെങ്കിൽ നമുക്ക് പ്രശ്നമില്ല. അതല്ലാതെ വരുമ്പോഴാണ് നമ്മുടെ കാൽക്കുലേഷൻ മാറ്റി ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ നമുക്ക് എക്സാം 2/4 -1/3 തന്നിട്ടുണ്ട്. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് ചെയ്തേക്കാം. 2/4 -1/3 2/4 -1/3 ഇതാണ് നമുക്ക് തന്നിട്ടുള്ള നമ്മുടെ കണക്കെന്ന് പറയുന്നത്. ഇതെങ്ങനെയാണ് നമുക്ക് ചെയ്യാന്നുള്ളത്. എങ്ങനെയാണോ അഡീഷൻ ചെയ്യാൻ ഞാൻ പറഞ്ഞു തന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും. ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? 4നെയും 3നെയും കൂടി ഗുണിക്കുന്നു, ഡിനോമിനേറ്റർ ഈക്വൽ ആക്കുന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാണ്? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതായത് 2 × 3 മൈനസ് 1 × 4 ഇങ്ങനെ നമ്മൾ ചെയ്യും. എന്നിട്ട് ഇത് പറയും 2 × 3 എത്രയാണ്? 6 - 4/12 ഇസ് ഈക്വൽ ടു 6ൽ നിന്ന് 4 പോയാൽ എത്രയാണ്? 2/12. ഇത്രയും കിട്ടിയില്ലേ? അപ്പോൾ ഇങ്ങനെയാണ് അതായത് അഡീഷൻ ചെയ്ത സെയിം വേ. അതിൽ മൈനസ് ചെയ്യുന്നു, ഇതിൽ നമ്മൾ പ്ലസ് ചെയ്യുന്നു എന്നുള്ള ഒരൊറ്റ വ്യത്യാസമേ ഉള്ളൂ. ഓക്കെ, ഇനിയിപ്പോൾ 3 സംഖ്യയുള്ള ഒരു വാല്യൂ ആണെന്ന് വിചാരിക്കാം. പിന്നെ സംഖ്യകൾ 3 എണ്ണം ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ അവർ നമുക്കതിൽ തന്നിട്ടുണ്ട്. 5/6 -2/3 -1/4 5/6 -2/3 5/6 -2/3 -1/4 ഇത് എങ്ങനെയാണ് നമ്മൾ സബ്ട്രാക്ട് ചെയ്യുക? നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആ സെയിം വേയിൽ തന്നെ നമ്മൾ ആദ്യം ചെയ്യുകയാണ്. ഞാനിതിനെ കോമൺ ആയിട്ട് പോകുന്നു. അപ്പോൾ 6 3 18 നമുക്കിതിൻ്റെ 6 × 3 കിട്ടും. പിന്നെ നമ്മളിതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാണ്. 5 × 3 -2 × 6 അല്ലേ? 5 × 3 എന്ന് പറഞ്ഞാൽ 15 -12/18. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 15 ൽ നിന്ന് 12/3/18 കിട്ടും. ഈ 3/18 നമുക്ക് എന്ത് ചെയ്യാം? വേണമെങ്കിൽ 1/6 ആക്കിയിട്ട് നമുക്ക് മാറ്റാം. 3/18 3 എത്ര പ്രാവശ്യം പോവും? 1 പ്രാവശ്യം. 18 6 പ്രാവശ്യം. അപ്പോൾ 1/6 എന്ന് നമുക്ക് ഉത്തരം കിട്ടും. ഇനി എന്ത് ചെയ്യണം? 1/6 അടുത്തത് തമ്മിൽ ഇപ്പോൾ 2 എണ്ണത്തിൽ തമ്മിലല്ലേ കിട്ടിയിട്ടുള്ളൂ. 1/6 -1/4 അപ്പോഴും എങ്ങനെയാണ്? ഛേദങ്ങൾ തമ്മിൽ വ്യത്യസ്തമാണല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? 6 × 4 പിന്നെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 1 × 4 -1 × 6 അല്ലേ? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അങ്ങനെയല്ലേ വരിക. അപ്പോൾ എത്ര കിട്ടും? 4 - 6/24 4 - 6/24 എന്ന് നമുക്ക് ഉത്തരം കിട്ടും. അല്ല, ഇത് കുറയ്ക്കുമ്പോൾ കിട്ടും. കിട്ടും -2/24. അങ്ങനെയാണ് നമുക്കിതിൻ്റെ ഉത്തരം വരിക. -2/24 എന്ന് നമുക്കിതിൻ്റെ ഉത്തരം കിട്ടി. അപ്പോൾ ഈ -2/24 നമുക്ക് എന്ത് ചെയ്യാം? ഒന്നുകൂടെ ചെറുതാക്കാം. നമുക്ക് -2/24 എന്ന് കിട്ടിയത് 2 കൊണ്ട് ഹരിക്കുമ്പോൾ 1 കിട്ടും. 24 എത്ര? 12 പ്രാവശ്യം അല്ലേ? അപ്പോൾ -1/12 എന്ന് നമുക്കിതിൻ്റെ ഉത്തരം കിട്ടും. അതാണ് ഇവിടെ ഇതിൽ -1/12 നമുക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അഡീഷൻ എങ്ങനെയാണോ ചെയ്യുന്നത് ആ സെയിം വേയിൽ തന്നെയാണ് നമ്മൾ ഇതിൻ്റെ എന്ത് ചെയ്യുന്നത്? സബ്ട്രാക്ഷൻ നമ്മൾ ചെയ്യുന്നത്. പിന്നെ വരുന്നത് ഇതിലെ ഭിന്നസംഖ്യകൾ ഗുണിക്കുന്ന വിധമാണ്. ഗുണിക്കാൻ നമുക്ക് വേറെ റൂൾസ് കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ ഇതിൽ 4/5 × 2/7 തന്നിട്ടുണ്ട്. നമ്മളതിന് ഡയറക്റ്റ് അങ്ങ് ഗുണിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാം 4/5
4 2 8 7 5 35. കണ്ടോ, ഡയറക്റ്റ് ഗുണിക്കുകയാണ്. 4/5 ഇൻറ്റു 2/7. 4/5 ഇൻറ്റു 4/5 ഇൻറ്റു 2/7 തന്നു കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് ഗുണിക്കുകയാണ്. 4 2 8 7 5 35. 8/35 എന്ന് നമുക്ക് ഉത്തരം കിട്ടുന്നു. മൾട്ടിപ്ലിക്കേഷനിൽ നമുക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും നമുക്ക് വരുന്നില്ല. പിന്നെ നമുക്ക് വരുന്നത് എത്രയാണ് നമുക്ക് കൊടുക്കുക. അതിൻ്റെ ഇടയിൽ വേറൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. 9/11 ഇൻറ്റു 6/9. അപ്പോൾ 9 6 54/99 ഉത്തരം കിട്ടും. 54/99 ഉത്തരം കിട്ടിയിട്ടുണ്ട്. പക്ഷേ അതിന് വീണ്ടും അവരതിനെ ചെറുതാക്കിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 6/11 എന്നുള്ള രീതിയിൽ അതിന് 2 കോമൺ ആയിട്ട് പോകുന്നൊരു സംഖ്യ ഉപയോഗിച്ചിട്ട് അവരതിനെ ചെറുതാക്കിയിട്ടുണ്ട്. അടുത്തതാണ് നമുക്കിനി വരുന്നതാണ് ഡിവിഷൻ ചെയ്യുക, അതായത് ഹരിക്കുക. ഫ്രാക്ഷൻസിലെ 2 ഭിന്നസംഖ്യകൾ തമ്മിൽ എങ്ങനെ ഹരിക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. 2/5 ഹരിക്കണം 1/3 എന്നാണ് പറയുന്നത്. അപ്പോൾ 2/5 ഹരിക്കണം 1/3 എന്ന് പറയുമ്പോൾ അത് സിമ്പിളായിട്ട് ചെയ്യാവുന്ന തന്നെയാണ്. നമ്മളിതിൽ ചെയ്യണമെന്ന് നോക്കിയാൽ നിങ്ങൾ 2/5 അങ്ങനെ തന്നെ എഴുതിയിട്ടുണ്ട്. ഹരിക്കണം എന്നുള്ള ചിഹ്നത്തിൻ്റെ അടുത്ത് നമ്മൾ എന്താക്കി, മൾട്ടിപ്ലിക്കേഷൻ ആക്കി. അതിന് എന്ത് ചെയ്തു, 1/3 എന്നുള്ളത് എന്താക്കി, 3/1 അതിനെ തല തിരിച്ചിട്ടു. എന്നിട്ട് നമ്മളതിൽ എന്ത് ചെയ്യാണ്, തമ്മിൽ ഗുണിക്കുകയാണ് ചെയ്യണം. അപ്പോൾ നമുക്ക് 6/5 നമുക്ക് ഉത്തരം കിട്ടും. അപ്പോൾ അതിൻ്റെ അടിയിൽ 3/7 ഹരിക്കണം 6 എന്ന് പറയുന്ന ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. 3/7 അതൊന്ന് ചെയ്ത് കാണിച്ചു തരാം ഞാൻ. 3/7 ഹരിക്കണം 6. 3/7 ഹരിക്കണം 6. ഞാൻ ഈ ഒരു കണക്ക് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിങ്ങനെ ഒരു പൂർണ്ണസംഖ്യ എഴുതുമ്പോൾ അത് ഭിന്നസംഖ്യകൾ തമ്മിൽ ഹരിക്കാനായിട്ട് എഴുതുമ്പോൾ ഇതിൻ്റെ എപ്പോഴും ഇതിൻ്റെ അടിയിൽ ഒരു ഛേദം നമുക്കുണ്ട്. 6/1. ഈ 1 ആയതുകൊണ്ടാണ് നമ്മളത് എഴുതാതെ വിട്ടുപോകുന്നത്. 1-ൽ 6 ഭാഗം എന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അത് ഫുള്ളായതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പ്രത്യേകിച്ച് പറയാത്തത്. പക്ഷേ അതിൻ്റെ അടിയിൽ ഒരു 1 നമുക്ക് ഛേദമായിട്ട് എപ്പോഴും ഉണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ആ കണക്ക് നമ്മൾ എഴുതേണ്ടത്. കണക്ക് നമുക്ക് തന്നിട്ടുള്ളത് 3/7 ഹരിക്കണം 6 എന്നാണെങ്കിലും നമ്മൾ എഴുതുമ്പോൾ 3/7 ഹരിക്കണം 6/1 എന്ന് നമ്മൾ എഴുതണം. അതായത് അതിൻ്റെ 1 എന്ന് പറയുന്ന ഒരു ഛേദം നമുക്ക് ഉണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യാനാണ് പറഞ്ഞത്, ഇതിൻ്റെ ഈ 3/7 അങ്ങനെ തന്നെ എഴുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഹരിക്കണം എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്തു, മൾട്ടിപ്ലിക്കേഷൻ ചിഹ്നം നമ്മൾ ഇട്ടു. അതിന് ശേഷം ഈ 6/1 നമ്മൾ എന്ത് ചെയ്യുകയാണ്, തല തിരിച്ചിടുകയാണ്, 1/6 ആക്കുന്നു. ഓക്കെ, ആ 1/6 ആക്കിയതിന് ശേഷം നമ്മളിതിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. 3 × 1 3, 6 7 42. നമുക്കിതിനെ ഒന്നുകൂടെ ചെറുതാക്കാം. 3 ഒരു പ്രാവശ്യം, ഇത് 16. അപ്പോൾ 1/16 എന്ന് നമുക്കിതിൻ്റെ ഉത്തരം കിട്ടും. അല്ല 4 ആണ് കേട്ടോ, 14 ആണ്. 4 3 12. ഓക്കെ, അപ്പോൾ 1/14 എന്ന് നമുക്ക് ഉത്തരം കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളിതിൻ്റെ ഹരിക്കുമ്പോൾ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഗുണിക്കുക എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് ഗുണിക്കാം. ഹരിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആ ഹരണത്തിനെ ഇൻറ്റു ആക്കിയിട്ട് നമുക്ക് രണ്ടാമത് തന്ന ഭിന്നസംഖ്യയെ നമ്മൾ തലതിരിച്ചിട്ടിട്ട് നമ്മൾ ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഡിവിഷൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഫ്രാക്ഷൻ ചെയ്യുന്നത്. ഇപ്പോൾ 4 ടൈപ്പ് ഫ്രാക്ഷനാണ് ഞാൻ നിങ്ങൾക്കിപ്പോൾ പറഞ്ഞു തന്നത്. ഒന്ന് അഡീഷൻ, ഒന്ന് സബ്ട്രാക്ഷൻ, ഒന്ന് മൾട്ടിപ്ലിക്കേഷൻ, രണ്ടാമത്തേത് ഡിവിഷൻ. അതിൽ അഡീഷനും സബ്ട്രാക്ഷനും ഒരേ മെത്തേഡാണ് നമ്മൾ ചെയ്യുന്നത്. കുറയ്ക്കുന്നു കൂട്ടുന്നു എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്, ഡിനോമിനേറ്ററുകൾ ഈക്വൽ അല്ലാതെ വരുമ്പോൾ അതിനെ തമ്മിൽ ഗുണിച്ച് ഡിനോമിനേറ്റർ ഈക്വൽ ആക്കിയതിന് ശേഷം ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ അഡീഷനും സബ്ട്രാക്ഷനും ചെയ്യുന്നത്. മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്, ഡയറക്റ്റ് ഗുണിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഡിവിഷൻ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്, ആ ചിഹ്നത്തിനെ മാറ്റിയിട്ട്, അതായത് ഹരണം, ഡിവിഷൻ്റെ ചിഹ്നത്തിനെ, ഹരണം എന്ന ചിഹ്നത്തിനെ മാറ്റി ഇൻറ്റു ആക്കിയിട്ട് രണ്ടാമത് തന്നിരിക്കുന്ന ഭിന്നസംഖ്യയെ നമ്മൾ എന്ത് ചെയ്യാണ്, തലതിരിച്ചിട്ട് അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ ഡിവിഷനിലെ ഉത്തരം കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഫ്രാക്ഷനിലെ ആദ്യത്തെ നമ്മൾ സാധാരണ ഭിന്നസംഖ്യയും വിഷമഭിന്നസംഖ്യയും തമ്മിലുള്ള ഒരു കൂട്ടലും കുറയ്ക്കലും ഗുണിക്കലും ഹരിക്കലും പ്രോസസ്സ് നമ്മൾ ചെയ്യുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് മിശ്ര ഭിന്നസംഖ്യയാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം.